എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റലിൽ പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഹെർണിയ എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്ക് ധാരാളം പേർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹെർണിയ. എന്താണ് ഹെർണിയ എന്ന് വെച്ചാല് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അബ്ഡോമിനിലുള്ള പ്രൊട്രൂഷനാണ്. അല്ലെങ്കിൽ പ്രൊട്രൂഷൻ ഓഫ് ഓർഗൻ ഓർ ടിഷ്യൂ വീക്ക് സ്പോട്ടിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന പ്രവണതയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ അടിവയറിന്റെ ലോവർ അബ്ഡോമൻ ഏരിയ അല്ലെങ്കിൽ അടിവയറിലുള്ള മസിൽസ് വീക്ക് ആവുന്നതാണ്. ബലക്ഷയം വരുന്നതാണ് ഇതിന്റെ പ്രധാന റീസൺ എന്ന് പറയും. അപ്പൊ ഇത് വരുന്നത് മെജോറിറ്റി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബ്ഡോമൻ ഓപ്പൺ സർജറി നടത്തുക, ഇങ്ങനെയുള്ള മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഹെർണിയ എന്ന് പറയുന്നത് ചിലർക്ക് ഒരു സ്പോട്ടിലായിരിക്കും വരുന്നത്. അമ്പിളിക്ക് 3 സ്ഥലത്ത് ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. അമ്പിളിക്കൽ ഏരിയയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. 2 സൈഡില്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാലിന്റെ ഇടുക്ക് ഭാഗത്ത് ഇൻഗ്വനൽ ഏരിയയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഈ 3 സ്ഥലത്താണ് ഹെർണിയ ഉണ്ടാവാനായിട്ട് സാധ്യത. എല്ലാവർക്കും 3 ഒരുമിച്ച് വന്നോണമെന്നില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും പെട്ടെന്ന് വിസിബിൾ ആവുന്നത്. അപ്പം ഈ ഹെർണിയ വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചെറുതായിട്ട് പുറത്തേക്ക് നമ്മുടെ കുടലായിരിക്കും മെയിനായിട്ട് വരുന്നത്. കുടൽ പുറത്തേക്ക് തള്ളി വരും. എസ്പെഷ്യലി നടക്കുക, നിൽക്കുക, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, ആ സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരും. കാരണം നമ്മൾ ഭാരം, വെയിറ്റ് പുഷ് കൊടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരും. നമ്മൾ കിടക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇത് മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട്, വേദനയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ധാരാളം പേര് ഇത് കൊണ്ട് നടക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഇതിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക? ഇത് അവിടെ ഇരുന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒട്ടനവധി ആളുകള് ഈ ഹെർണിയയുടെ പ്രോബ്ലമായിട്ട് കൊണ്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. കാരണം എന്താണ്? ഇതിന് സർജറിയാണ് സൊല്യൂഷൻ ഉള്ളത്. ഇതിനെ നമുക്ക് മരുന്ന് കൊണ്ടൊന്നും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ഇതിന്റെ മസിൽസ് വീക്കായി പോയതാണ്. അപ്പം ഇന്റേണൽ മസിൽ വീക്കായി പോയതിനെ നമുക്ക് സ്ട്രെങ്തൻ ആക്കാനായിട്ട് നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് സർജറിയാണ് സൊല്യൂഷൻ ഉള്ളത്. പലരും സർജറി മടിക്കുന്നത് കൊണ്ട് ഇത് കൊണ്ട് നടക്കാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നമ്മുടെ കുടലാണല്ലോ ഇതിനകത്തേക്ക് പുറത്തേക്ക് തള്ളി വരുന്നത്. അപ്പൊ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ്സിനെ ഇത് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് റിംഗ് മസിൽസ് ആണ്. ഇതിന്റെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയും. നമ്മുടെ ഇഴഞ്ഞു പോകുന്ന മണ്ണിര പോലത്തെ ജീവികളുടെയൊക്കെ മൂവ്മെന്റ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ റിംഗ് മസിൽസ് ആണ്. ഈ മസിൽസിന്റെ മൂവ്മെന്റ്സ് പോലെയാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ മൂവ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ ഈ മൂവ്മെന്റ്സിന് പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയും. ഈ മൂവ്മെന്റ്സിലാണ് ഉള്ളിലുള്ള ഫുഡ് ബൗൾസ് മുമ്പോട്ട് നീങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഏരിയ, ഈ ട്യൂബിന്റെ അല്ലെങ്കിൽ ഒരു ട്യൂബാകൃതിയിലാണല്ലോ നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയും. ഇതിന്റെ ഒരു പോർഷൻ ഒരു സൈഡിൽ ഒരു ഗ്യാപ്പിലേക്ക് വന്നിട്ട് ലോക്ക് ആവുമ്പോൾ ഈ റിംഗ് മസിൽസിന്റെ മൂവ്മെന്റ്സ് സ്റ്റക്ക് ആവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ ഈ മൂവ്മെന്റ്സ് സ്റ്റക്ക് ആവുമ്പോൾ ഈ ഫുഡ് ബോൾസ് എല്ലാം എന്താണ് സ്റ്റക്ക് ആവും, മൂവ്മെന്റ്സ് സ്റ്റക്ക് ആവും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വയറ് ടോട്ടലി ഡിസ്റ്റർബ് ആവും, എന്നും അപ്സെറ്റ് ആയിരിക്കും. എത്ര ഗ്യാസിന്റെ മരുന്ന് കഴിച്ചാലും ഇത് മാറത്തില്ല. അപ്പം എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ ധാരാളം പേര് വരുന്നത് വയറ് ഡിസ്റ്റർബ് ആണെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ രോഗി പറയും, എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് ഡോക്ടറെ, എന്ത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറയും. പക്ഷെ അവരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് ഹെർണിയയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് കാണും. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതാണ് ഇതുകൊണ്ടുണ്ടാവുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഇത് തള്ളി 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 ഇതിന്റെ മസിൽ വീക്കായി വലിയ ഗ്യാപ്പിലേക്ക് ചാടും. പിന്നെ അത് തിരിച്ച് കയറാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു ഇൻഡസ്റ്റൈൻ്റെ ഒരു പോർഷൻ പുറത്തേക്ക് വന്ന് അതവിടെ ഈ വീക്കം വന്ന് ഇൻഫ്ലമേഷൻ വന്ന് നീര് കെട്ടി ഇൻഫെക്ഷൻ ആവാനായിട്ട് സാധ്യതയുണ്ട്. അത് കോംപ്ലിക്കേഷൻ ആണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിലും
നിങ്ങൾ നേരത്തെ സേഫായിട്ട് നേരത്തെ സർജറി ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? എന്നും വയറിൻ്റെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്നും നിങ്ങൾ ഗ്യാസിനും കോൺസ്റ്റിപ്പേഷനും മരുന്ന് കഴിച്ചുകൊണ്ടേ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. അതിനകത്ത് ഹെർണിയയുടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ സർജറിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെർണിയയ്ക്ക് സർജറിയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സർജറിയിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഡോക്ടേഴ്സ് ഹെർണിയുമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനറിയാം ഇത് 3 സ്ഥലത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഒരിടത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ അടുത്ത 2 സ്ഥലത്ത് വരാനായിട്ട് ഹെർണിയ രൂപപ്പെടാനായിട്ട് സാധ്യത കൂടുതലാണ്, പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സർജറി തന്നെ 3 മെഷ് വെച്ച് നെറ്റ് വെച്ച് അത് ക്ലോസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ കാണുന്നില്ല. എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സർജറി ചെയ്ത് മെഷ് വെച്ച് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 3 സർജറിക്ക് നിങ്ങൾ പ്രിപ്പയർ ആയിക്കോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ചെയ്തു, നിങ്ങൾക്ക് ആശ്വാസമായി, അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വീണ്ടും രൂപപ്പെടും. അന്നേരം വീണ്ടും ഡോക്ടറെ ചെന്ന് കാണാൻ ഡോക്ടർ പറയും വീണ്ടും ഹെർണിയ വന്നിട്ട് നമുക്ക് വീണ്ടും ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 3 സർജറിക്ക് നിങ്ങൾ മാനസികമായിട്ട് പ്രിപ്പയർ ആയിക്കോണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് 3 മെഷ് അറ്റ് എ ടൈമിൽ തന്നെ വെക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റ സർജറിയിൽ കാര്യങ്ങൾ തീരുമാനമാക്കാം. ഇല്ല എങ്കിൽ 3 സർജറി ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഇനി ഇതിന് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ മാനേജ്, ചിലർ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ മെയിനായിട്ട് ചോദിക്കുന്നത് സർജറി ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സർജറി ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യോഗ, അതേപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. നമുക്ക് മെഡിസിൻ കൊണ്ട് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം യോഗ എക്സസൈസ് കൊണ്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആണ്. ഞാൻ പല രോഗികൾക്കും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പല രോഗികളും അത് മാനേജ് ചെയ്ത് പോകുന്നുമുണ്ട്. പക്ഷേ ഈ യോഗ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്റേണൽ മസിൽസിനെ ആക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ ഇന്റേണൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ കൊണ്ട് ആ എക്സസൈസ് നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് ഇന്റേണൽ മസിൽസിനെ എല്ലാം സ്ട്രെങ്തൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. നിങ്ങൾക്കും അത് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഈ ഹെർണിയ എന്ന് പറയുന്ന പ്രശ്നത്തിന് നിങ്ങൾ ഓറൽ മെഡിക്കേഷൻ, മരുന്ന് കഴിച്ച് നമുക്കിതിന് സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരുന്ന് കഴിച്ച് സമയം കളയേണ്ട, നിങ്ങളുടെ കാശും കളയേണ്ട ആവശ്യമില്ല. ഹെർണിയനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർജിക്കൽ പ്രൊസീജിയർ ഒരു ഓപ്ഷനാണ്. അതല്ല എങ്കിൽ യോഗ, മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്ത് നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹെർണിയ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഡോക്ടറെ, പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വയറിൻ്റെ ഡിസ്റ്റർബൻസിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ഹെർണിയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ സേഫായിട്ട് മാനേജ് ചെയ്താൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ഹെർണിയെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.